വെൽക്കം. തൈമനാണ്. GAT വീഡിയോ സീരീസിന്റെ നമ്മുടെ രണ്ടാമത്തെയാണ് മൗത്ത് ആൻഡ് സലൈവറി ഗ്ലാൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് മൗത്ത് ഓർ ബക്കൽ കാവിറ്റി, അല്ലെങ്കിൽ നമുക്കതിനെ ഓറൽ കാവിറ്റി എന്ന് വിളിക്കാം. ഇതാണ് GATയുടെ തുടക്കം എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഫുഡ് ഇൻജസ്റ്റ് ചെയ്യുന്ന ഭാഗം മൗത്ത് ആണ്, ഫുഡ് ഇൻജഷൻ. ഫുഡ് ഇൻജഷൻ ആണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഡൈജഷൻ ഉണ്ട്. ആൻഡ് ഈ ഇൻജസ്റ്റഡ് ഫുഡിനെ ചെറുതാക്കാൻ, വിഴുങ്ങാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുന്നതാണ് മുകളിലും താഴെയുമുള്ള പല്ലുകൾ. സോ ഇത് പല്ലുകളാണ് കാണുക. ദിസ് ഇസ് ആൻഡ് കഴിച്ച ഫുഡിനെ ഡൈജഷൻ ആരംഭിക്കുന്നതും ഈ വായിൽ വെച്ച് തന്നെയാണ്. സോ ഡൈജഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ് ഇൻസൈഡ് ദ മൗത്ത്. മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നുണ്ട്, ദെൻ ഓൾസോ സം കെമിക്കൽ ഡൈജഷനും ഇവിടെ നടക്കുന്നുണ്ട്. സലൈവറി ഗ്ലാൻസിലെ സലൈവ വഴിയാണ് ഇത് സഹായിക്കുക. ആൻഡ് GATയുടെ ബോർഡർ, മുൻവശത്തെ ബോർഡർ എന്ന് പറയുന്നത് മൗത്ത് ആണ്. ആൻഡ് അതിന്റെ ഏറ്റവും അറ്റം എന്ന് പറയുന്നത് ലിപ്സ് ആണ്. സോ ദിസ് ഇസ് ലിപ്സ്, താഴത്തെ ലിപ്സ്. ഇത് മുകളിലെ ലിപ്സ് ആണ്, അപ്പർ ആൻഡ് ലോവർ ലിപ്സ്. ലിപ്സിന് നമുക്ക് ലേബിയ എന്ന വാക്കായിരിക്കും നമ്മൾ എവിടെയും ലിപ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കണമെങ്കിൽ ഉപയോഗിക്കുക അനാറ്റമിയിൽ. ആൻഡ് ലിപ്സിലുള്ള മസിൽസ്, സോ ദർ ആർ സർട്ടൻ മസിൽസ് ആൻഡ് ഈ മസിൽസിന്റെ പേര് ഓർബിക്കുലാരിസ് എന്നാണ്. ഓർബിക്കുലാരിസ് മസിൽസ് ആണ് ലിപ്സിലുള്ളത്. ഇനി ഫുഡിലെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയണം. നമുക്ക് ടേസ്റ്റ് അറിയാൻ നമ്മളെ സഹായിക്കുന്നത് നാക്കാണ്. സോ ദിസ് ദ ടങ് ആണ് ഈ കാണുന്നത്. ടങ് വിത്ത് ഇറ്റ്സ് ടേസ്റ്റ് ബഡ്സ്. ടങ് കണ്ടെയ്ൻ ടേസ്റ്റ് ബഡ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതാണ് ഇവിടുത്തെ സെൻസറി റിസപ്റ്റേഴ്സ്. ആൻഡ് നാക്കിന് പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ, എന്താ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? സംസാരിക്കുക എന്ന ഫംഗ്ഷൻ ഉണ്ട്. ഭക്ഷണം വിഴുങ്ങാൻ നമുക്ക് നാക്കിന്റെ സഹായം ആവശ്യമാണ്. വായുടെ ഇരുവശത്തും ചീക്കാണ്. ഇവിടെ ഈ സൈഡിലും ചീക്സ് ആണ്. ആൻഡ് സോ ദിസ് ദ വാൾ ഓഫ് ദ ഓറൽ കാവിറ്റി. സോ വാൾ ഓഫ് ദ ഓറൽ കാവിറ്റി ചീക്സ് ആണ്. ആൻഡ് ഇവിടെയുള്ള മസിൽസിന്റെ പേര് ബക്സിനേറ്റർ മസിൽസ് ആണ്. ബക്സിനേറ്റർ മസിൽസ് ഇവിടെ ഉണ്ട്. ആൻഡ് മുകളിലും താഴെയും ആന്റീരിയർ ഭാഗത്ത് ഹാർഡ് പ്ലേറ്റ് ആണല്ലോ. സോ മുകളിൽ വാങ്ങിന് തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ ഈ പല്ല് കഴിഞ്ഞിട്ട് അതിന്റെ ഉൾവശത്ത് ഇവിടെയും താഴെയും അവിടെയുള്ളത് ഹാർഡ് പാലേറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. ഹാർഡ് പാലേറ്റ് അത് ബോണി നേച്ചർ ആണ്. ബോണി ഹാർഡ് പാലേറ്റ് ആണ്. ആൻഡ് അതിന്റെ പുറകുവശത്ത് വെച്ചാൽ ഏകദേശം ഈ ഏരിയയിൽ കാണുന്നത് സോഫ്റ്റ് പാലേറ്റ് ആണ്. സോഫ്റ്റ്, അത് മസ്കുലാർ ആണ്. സോഫ്റ്റ് പാലേറ്റ് ആൻഡ് ദിസ് ഇസ് മസ്കുലാർ ആണ്. ഈ മുകളിലെ സോഫ്റ്റ് പാലറ്റിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ താഴേക്ക് കോണിക്കലായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഈ സംഭവം, അതിനെയാണ് നമ്മൾ ഉവുല എന്നാണ് പറയാ. ഉവുല, ചെറുനാക്ക് എന്ന് മലയാളത്തിൽ പറയും. ആൻഡ് ഈ സോഫ്റ്റ് പാലറ്റും ഉവുലയും ഇത് രണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ നെയ്സോഫാരിങ്സിന്റെ ഭാഗം അടയാനായിട്ട് സഹായിക്കും. സോ സോഫ്റ്റ് പാലറ്റ് ആൻഡ് ഉവുല മാർക്സ് ദ ഏരിയ ഓഫ് ദ നെയ്സോഫാരിങ്സിന്റെ ഭാഗത്തിന്റെ അറ്റമാണ് ഇത് കാണുന്നത്. ഇനി ബക്കൽ കാവിറ്റിയിൽ മൈക്രോബിയൽ ഏജന്റ്സ് എന്നുള്ള പ്രൊട്ടക്ഷൻ, അവിടെ ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്. ഒന്ന് ടോൺസിലാണ്, അത് തന്നെ രണ്ടുതരം ടോൺസിലാണ് പ്രധാനം. ഒന്ന് പാലറ്റൈൻ ടോൺസിൽ ഉണ്ട്, രണ്ടാമത്തത് നാക്കിന്റെ അവിടെയുള്ള ലിംഗ്വൽ ടോൺസിൽ. സോ രണ്ടു തരം ടോൺസിൽസ്, പാലറ്റൈൻ ആൻഡ് ലിംഗ്വൽ ടോൺസിൽ. ഇനി നമ്മുടെ ഓറൽ കാവിറ്റി ഡ്രൈ അല്ല, അതിന് നനവുണ്ട്. ഇത് ബിക്കോസ് ഓഫ് ദി സലൈവ മൂലമാണ്. സലൈവ ഓർ ഉമിനീർ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ഉണ്ട് വായിൽ. സോ ഭക്ഷണം വായിലെത്തിയാൽ അവയുടെ അളവ് പല മടങ്ങ് വർദ്ധിക്കും. ആൻഡ് രണ്ട് തരം സലൈവറി ഗ്ലാൻസ് ഉണ്ട്. ഒന്ന് മൈനർ സലൈവറി ഗ്ലാൻസ് ആണ്, രണ്ടാമത്തത് മേജർ സലൈവറി ഗ്ലാൻസ്. സോ മൈനർ ആൻഡ് മേജർ സലൈവറി ഗ്ലാൻസ്, ഇങ്ങനെ രണ്ട് തരം സലൈവറി ഗ്ലാൻസ് ഉണ്ട് വായന. നമുക്ക് ആദ്യം മേജർ സലൈവറി ഗ്ലാൻസ് നോക്കാം. മേജർ സലൈവറി ഗ്ലാൻസ് മൂന്നെണ്ണമാണ്. ഒന്ന് ഇതാണ് പരോട്ടിഡ് എന്ന് പറയുന്നത്, ഇതാണ്. രണ്ടാമത്തത് സബ് മാൻഡിബുലാർ എന്ന് പറയുന്നതാണ്, ഇത് സബ് മാൻഡിബുലാർ. മൂന്നാമത്തെ ഇത് നാക്കിനടിയിലാണ്, സബ് ലിംഗ്വൽ എന്ന് പറയും. സോ ഇങ്ങനെ മൂന്ന് മേജർ സലൈവറി ഗ്ലാൻസ് ഉണ്ട്. ആദ്യം നമുക്ക് പരോട്ടിഡിനെ കുറിച്ച് പറയാം. പരോട്ടിഡ് ആണ് ഏറ്റവും വലുത്. സോ ദിസ് ദ ബിഗ്ഗസ്റ്റ് വൺ, ഏറ്റവും വലുത് ഇതാണ്. ആൻഡ് ദിസ് ചെവിയുടെ മുൻവശത്താണ്, ആന്റീരിയർ ടു ഇയർ ആണ്. ചെവിയുടെ മുൻവശത്ത് മാത്രമല്ല, ആൻഡ് ചെവിയുടെ അടിയിൽ കൂടിയാണ്, ഇൻഫീരിയർ ടു ഇയർ കൂടിയാണ്. അതുകൊണ്ടാണ് അതിനെ പരോട്ടിഡ്. പാർ മീൻസ് പാരലൽ ടു, ഓട്ടിക് എന്നൊക്കെ പറയുമ്പോൾ ചെവിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ പരോട്ടിഡ് എന്ന പേര് അതുകൊണ്ടാണ്. ഇതിൽ നിന്നുള്ള സെക്രീഷൻസ് ഇങ്ങനെ ഓറൽ കാവിറ്റിയിലേക്ക് വരുന്ന ഈ ഡക്റ്റിനെ നമ്മൾ വിളിക്കുക ടെൻസൺസ് ഡക്ട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പരോട്ടിഡ് ഡക്ട്. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരോട്ടിഡ് ഡക്ട് എന്ന് ഓർത്താൽ മതി. ആൻഡ് ഈ ഡക്ട് തുറക്കുന്നത് ഏകദേശം പല്ലിന്റെ ഇവിടെ അപ്പർ മോളാർ, സെക്കൻഡ് മോളാറിന്റെ മുകളിൽ തൊട്ടടുത്തിട്ടാണ് തുറക്കുക. ആൻഡ് 25%, 25% ഓഫ് ദ സലൈവ ഈസ് ഫ്രം ദിസ് പരോട്ടിഡ് ഗ്ലാൻഡ് വഴിയാണ്. ആൻഡ് ഈ ഗ്ലാൻഡിലുള്ള സെക്രീഷൻ എന്ന് വെച്ചാൽ മോർ സീറസ് ആണ്. സീറസ് എന്ന് വെച്ചാൽ വെള്ളം, വാട്ടർ കണ്ടന്റ് കൂടുതലാണ്, മ്യൂക്കസ് കണ്ടന്റ് വളരെ കുറവാണ്. സോ ദിസ് ഈസ് മോർ സീറസ് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് 25%. രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് സബ് മാൻഡിബുലാർ
ആണ്, അല്ലെങ്കിൽ അതിനെ സബ് മാക്സില്ലറി എന്നും നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ആൻഡ് വായുടെ ഫ്ലോറിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫ്ലോറിലാണത്. ആൻഡ് ലോവർ ജോ ബോൺ ഭാഗത്താണ്. ആൻഡ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ബൈ ദിസ് ഡക്ട്. ഈ ഡക്ട് നമ്മൾ വാർട്ടൻസ് ഡക്ട് എന്നാണ് വിളിക്കുക. വാർട്ടൻസ് ഡക്ട് എന്നാണ് ഇതിന്റെ പേര്. ആൻഡ് ഇത് തുറക്കുന്നത് നാക്കിന്റെ സൈഡിലായിട്ടാണ്, ടങ്ങിന്റെ സൈഡിലായിട്ടാണ് തുറക്കുക. ആൻഡ് ഇത് ദിസ് ഈസ് ബോത്ത് സിറസ് പ്ലസ് മ്യൂക്കസ്. സോ ഇറ്റ് ഇസ് കണ്ടെയ്ൻ മ്യൂക്കസ്. ഇതിനകത്ത് സിറസ് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് മ്യൂസിൻ ഓർ മ്യൂക്കസ് ഉണ്ട്. ആൻഡ് ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 70%. 70% സലൈവ ഉണ്ടാക്കുന്നത് സബ് മാൻഡിബുലാർ ഓർ മാക്സിലറി ഗ്ലാൻസിൽ നിന്നാണ്. ഇനി തേർഡ് വൺ, മൂന്നാമത്തത് റെഡ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ് സബ്ലിംഗ്വൽ സലൈവറി ഗ്ലാൻസ് ആണ്. ഇതാണ് ചെറുത്, മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് ഇതാണ്. ആൻഡ് സബ് മാൻഡിബുലാർ ഗ്ലാൻസിന്റെ തൊട്ട് മുകളിലായിട്ടാണ്, ഏകദേശം മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് സുപ്പീരിയർ ടു സബ് മാൻഡിബുലാർ ഗ്ലാൻസ്. ആൻഡ് ഇത് പുറത്തേക്ക് തുറക്കുന്നത് ഏകദേശം ചെറിയ 10 to 15 ചെറിയ ഡക്സ് ആണ്. അതിനെ നമ്മൾ ഡക്സ് ഓഫ് റിവിനസ് എന്നാണ് പറയാ, ഡക്സ് ഓഫ് റിവിനസ്. ആൻഡ് അതിൽ തന്നെ ഏറ്റവും വലുതിനെ നമ്മൾ വിളിക്കുക ബാർത്തോലിൻ ഡക്. ബാർത്തോലിൻ നമ്മൾ പല സ്ഥലത്തും പഠിക്കും, ബാർത്തോലിൻ ഡക്. ആൻഡ് ഇത് ആകെപ്പാടെ ഒരു 5% മാത്രമാണ് സലൈവ ഉണ്ടാക്കുക. ആൻഡ് ദിസ് ഓൾസോ ബോത്ത് സിറസ് പ്ലസ് മ്യൂക്കസ്, രണ്ടും കൂടി സെക്രീറ്റ് ചെയ്യുന്ന സാധനമാണ്. സോ ദിസ് ഓൺലി സിറസ്, ദിസ് ടു ആർ സിറസ് പ്ലസ് മ്യൂക്കസ്. അപ്പൊ മൈനർ സലൈവറി ഗ്ലാൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായിലെ പല സ്ട്രക്ചേഴ്സിലും ഉണ്ട്. ഉദാഹരണത്തിന് വായിലെ നാക്കിൽ ഉണ്ട്. നാക്കിലുള്ളത് ലിംഗ്വൽ എന്ന് വിളിക്കാം. ലിംഗ്വൽ സലൈവറി ഗ്ലാൻസ് ആണ്. ലിംഗ്വൽ സലൈവറി ഗ്ലാൻസ് തന്നെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നതുണ്ട്. മ്യൂക്കസ് അപ്പോൾ ലിംഗ്വൽ മ്യൂക്കസ് ഗ്ലാൻസ് എന്ന് വിളിക്കാം. അത് സിറസ് സെക്രീറ്റ് ചെയ്യുന്നതിനെ ലിംഗ്വൽ സിറസ് ഗ്ലാൻസ് എന്ന് വിളിക്കാം. ദെൻ ബക്കൽ ഓർ മോളാർ ഉണ്ട്. അത് ഈ ബക്സിനേറ്റർ മസിൽ, ചീക്ക് മസിൽസിന് അടുത്തുള്ള ബക്സിനേറ്റർ മസിൽസിലുള്ളത് ബക്കൽ സലൈവറി ഗ്ലാൻസ് ആണ്. ദെൻ ചുണ്ടിലുണ്ട്, ചുണ്ടിൽ സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അപ്പൊ ചുണ്ടിന് നമ്മൾ ലേബിയ എന്നാണ് പറഞ്ഞത്, അപ്പൊ ലേബിയൽ ഗ്ലാൻസ് എന്ന് നമുക്ക് വിളിക്കാം. ദെൻ പാലറ്റൽ ഗ്ലാൻസ് ഉണ്ട്, സോഫ്റ്റ് പാലറ്റ്. അകത്ത് നമ്മൾ സോഫ്റ്റ് പാലറ്റ് നേരത്തെ കണ്ടു, സോഫ്റ്റ് പാലറ്റിലുള്ളത് പാലറ്റൽ ഗ്ലാൻസ്. സോ ഇതിനെല്ലാം അസിനാർ സ്ട്രക്ചേഴ്സ് ആണ്. ഈ എല്ലാ സലൈവറി ഗ്ലാൻസിലും അസിനാർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം മുന്തിരിക്കൊല പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ആൽവിയോളെ പോലെയുള്ള ഗ്ലാൻസ് ആണ്. നടുവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഒരു ഇത് പോകുന്നു, അതിനകത്തേക്ക് ഇവിടുന്ന് സെക്രീഷൻ വരുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ വരുന്നു, ഇങ്ങനെ ചേർന്ന് പോകുന്നതിനാണ് നമ്മൾ അസിനാർ എന്ന് പറയാം. ഇനി നമുക്ക് പറയേണ്ടത് സലൈവയെ കുറിച്ചിട്ടാണ്. സോ വി വിൽ ടോക്ക് അബൌട്ട് സലൈവ. സലൈവ ഒരു ദിവസം ഏകദേശം 1 to 1.5 liters ഇത്രയും ഒരു ദിവസം സെക്രീറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് സലൈവ ചെറുതായിട്ട് അസിഡിക് ആണ്, അസിഡിക് ഇൻ നേച്ചർ ആണ്. എത്ര അസിഡിക് ആണെന്ന് വെച്ചാൽ 6.35 to 6.85, ജസ്റ്റ് ബിലോ 7 ആണ്. ആൻഡ് സലൈവയിൽ 99.5% വാട്ടർ ആണ്, വെള്ളമാണ്. ബാക്കി 0.5% ആണ് ആകെ സൊല്യൂട്ട്സ് ഉള്ളത്. ഈ സൊല്യൂട്ട്സിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഒന്ന് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ്, ഫോസ്ഫേറ്റ്. സോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ട്. ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ യൂറിയ, യൂറിക് ആസിഡ്, മ്യൂസിൻ, ആൽബുമിൻ, ക്രിയാറ്റിനിൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം കൂടി ചേർന്നാണ്. ഇനി നമ്മുടെ ദഹനത്തിന് വേണ്ടത് പ്രധാനപ്പെട്ടത് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. സോ സലൈവ കണ്ടെയ്ൻ ഡൈജസ്റ്റീവ് എൻസൈംസ് ഓൾസോ. ഡൈജസ്റ്റീവ് എൻസൈംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് സലൈവറി അമൈലേസ്. അമൈലേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റിന് ഓർക്കാം. ദെൻ ടയാലിൻ എന്നും ഇതിന് പേരുണ്ട്. ടയാലിൻ ഈസ് അനദർ നെയിം. അമൈലേസ് മീൻസ് ഇറ്റ് കാർബോഹൈഡ്രേറ്റ്സിൽ ആക്ട് ചെയ്യുന്ന. സോ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ വായിൽ വെച്ച് തന്നെ തുടങ്ങുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. സോ ദിസ് കൺവേർട്ട് സ്റ്റാർച്ചിനെ ഇത് കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കും, സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡെക്സ്ട്രിൻ ആക്കാം ആൻഡ് ഓൾസോ മാൾട്ടോസ് ആക്കി മാറ്റാം. ആൻഡ് നമുക്ക് വേറെ കാര്യം അറിയാം, വായിൽ നമ്മൾ ഇത്തിരി വരെ ഫുഡ് വയ്ക്കുന്നുള്ളൂ. സോ ഇവിടെ ദഹനം നടക്കില്ല. ഇത് ദഹനം നടക്കണമെങ്കിൽ അപ്പോൾ സ്റ്റൊമക്കിൽ എത്തുമ്പോഴായിരിക്കും ഈ ദഹനം നടക്കുക. ബട്ട് ദർ ആർ സം ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രസന്റ് ഇൻ ദ മൗത്ത്, ദാറ്റ് ഈസ് സലൈവറി അമൈലേസ്. ആൻഡ് സലൈവറി അമൈലേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ക്ലോറൈഡ് അയോൺസ് ആണ് എന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കും. ഇനി ഇതിനകത്തുള്ളത് സലൈവറി അമൈലേസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മാൾട്ടേസ് ആണ്. മാൾട്ടേസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മാൾട്ടോസിലായിരിക്കും ആക്ട് ചെയ്യുക. ദെൻ അടുത്തത് ലിംഗ്വൽ ലിപ്പേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിപ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിപ്പേസ് മീൻസ് വിച്ച് ആക്ട്സ് ഓൺ ഫാറ്റിലായിരിക്കും ആക്ട് ചെയ്യുക. ഫാറ്റിലെ ഒരു പ്രധാനപ്പെട്ടാണ് ട്രൈഗ്ലിസറൈഡ്. സോ ട്രൈഗ്ലിസറൈഡിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആക്കി മാറ്റലായിരിക്കും. ഇതും വായിൽ വെച്ച് നടക്കില്ല, കുറച്ച് താഴത്തേക്ക് പോകുമ്പോൾ മാത്രമായിരിക്കും നടക്കുക. സോ അപ്പോൾ ഇവിടെ ലിപ്പേസ് ഉണ്ട്, ദെൻ അമൈലേസ് ഉണ്ട്. സോ കാർബോഹൈഡ്രേറ്റിനെ ഇവിടെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫാറ്റ് ഡൈജഷൻ ഉണ്ട്. അപ്പോൾ ഏതാ ഇല്ലാത്ത
ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒന്നും വായിൽ ഇല്ല, അല്ലെങ്കിൽ സലൈവയിൽ ഇല്ല. ഇനി വായിൽ ഈ സലൈവ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ സലൈവേഷൻ എന്നാണ് വിളിക്കുന്നത്. സോ സലൈവ ഉണ്ടാകുന്നതിനെ സലൈവേഷൻ എന്ന് പറയും. ആൻഡ് സലൈവറി സെക്രീഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്നത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൽ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് സലൈവറി സെക്രീഷൻസ് കൂടുതലാക്കുക. സോ അതിന് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന നെർവ്സ് ആണ് ഇതിനെ ഇൻക്രീസ് ചെയ്തിട്ട് സലൈവറി ഗ്ലാൻസ് സെക്രീഷൻ വർദ്ധിക്കുക. പരോട്ടിഡ് ഗ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പരോട്ടിഡ് ഗ്ലാൻസ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇൻഫീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസിന്റെ കീഴിലാണ്. മറ്റ് സുപ്പീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസിന്റെ കീഴിലാണ് മറ്റ് രണ്ട് ഗ്ലാൻസ്, സബ്മാൻഡിബുലാറും സബ്ലിംഗ്വലും ഇതിന്റെ കീഴിലായിരിക്കും വർക്ക്. ആൻഡ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വായു ഉണങ്ങും അല്ലെ. സോ ഡിക്രീസസ് സലൈവ. നമ്മൾ പേടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ വായ ഉണങ്ങുന്നു അതുകൊണ്ടാണ്. ആൻഡ് ഭക്ഷണത്തിന്റെ ചിന്ത, കാഴ്ച, മണം, ഓക്കെ, വായിൽ ഭക്ഷണം എത്തുക. സോ ദീസ് ഓൾ ക്യാൻ ഇൻക്രീസ് ദ സലൈവറി സെക്രീഷൻ. അപ്പൊ നമുക്ക് ഫങ്ഷൻസ് ഓഫ് സലൈവ ആൻഡ് സലൈവറി ഗ്ലാൻസ് പറയാം. വൺ ഈസ് ഇൻ സ്വാളോയിങ്. പ്രിപ്പറേഷൻ ഫോർ ഫുഡ് ഫോർ സ്വാളോയിങ് അല്ലെ. സലൈവയിലെ മ്യൂസിൻ ഇതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്, ലൂബ്രിക്കേഷൻ ഉണ്ടാക്കും. ദെൻ ഭക്ഷണം നനച്ച് വിഴുങ്ങാൻ പരുവത്തിലാക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടേസ്റ്റ് അറിയാനായിട്ട്. ടേസ്റ്റ് അപ്രീസിയേഷന് സലൈവ ആക്സസ് എന്താ പറയാ സോൾവെന്റ് പോലെ ആക്ട് ചെയ്യും. സലൈവയിൽ ഭക്ഷണം അറിയുമ്പോഴത്തേക്കും ഈ ടേസ്റ്റൻസ് ഭക്ഷണം എല്ലായിടത്തും പരക്കുകയും അങ്ങനെ ടേസ്റ്റ് ബഡ്സിൽ എത്തുകയും ചെയ്യും. സോ സോൾവെന്റ് ആക്ഷൻ ആണ്. മൂന്നാമത്തത് ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു. സലൈവറി അമൈലേസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഏതായിരുന്നു, മാൾട്ടേസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ലിംഗ്വൽ ലിപ്പേസ്. സോ ഇത് കാർബോഹൈഡ്രേറ്റ് ആണ്, ഇതും കാർബോഹൈഡ്രേറ്റ് ആണ്, ഇത് ഫാറ്റ് ആണ്. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. ആൻഡ് നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആൻഡ് പ്രൊട്ടക്ഷൻ. വായിലിരിക്കുന്ന ബാക്കി വരുന്ന ഭക്ഷണം അതിനെയൊക്കെ ക്ലീൻ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സലൈവ കണ്ടെയ്ൻ സം ലൈസോസോംസ് ഉണ്ട്. ദെൻ പല സാധനങ്ങളുണ്ട്. ഇപ്പൊ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ഒക്കെ അതിന്റെ സലൈവയിൽ കുറച്ചുണ്ട്. സോ ദീസ് ഓൾ ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ഫ്രം മൈക്രോ ഓർഗാനിസം. അഞ്ചാമത്തത് സംസാരിക്കാൻ, സ്പീച്ചിന് സഹായിക്കുന്നുണ്ട് അല്ലെ. മേക്കിംഗ് മോയ്സ്ചറൈസ് ചെയ്യുന്നു, ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു വായു. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ ടങ്ങും ഇതുമായിട്ടുള്ള കോർഡിനേഷൻ ഒക്കെ ശരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സലൈവ സഹായിക്കും. ആറാമത്തത് എക്സ്ക്രീറ്ററി ഫംഗ്ഷനും ഉണ്ട് സലൈവയിൽ പല സാധനങ്ങളും എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓർഗാനിക് സബ്സ്റ്റൻസസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഇനോർഗാനിക് സബ്സ്റ്റൻസസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ളത് അയോഡിൻ ആണ്. അയോഡിന് കഴിച്ചു കഴിഞ്ഞാൽ വായിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് വരാം. ദെൻ റാബീസ് പോലെയുള്ള രോഗാണുക്കൾ, മംസ് പോലെയുള്ള രോഗാണുക്കളൊക്കെ വായിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ സലൈവയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാം. ദെൻ ഏഴാമത്തത് വാട്ടർ ബാലൻസ് ആൻഡ് തേഴ്സ്റ്റ്. മനുഷ്യരിൽ വാട്ടർ ബാലൻസ് അത്ര ഇതൊന്നും അല്ലെങ്കിലും തേഴ്സ്റ്റ്, വായ ഡ്രൈ ആകുമ്പോൾ അല്ലെ, വായ ഡ്രൈ ആകുമ്പോഴത്തേക്കും അത് പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ഹൈപ്പോതലാമസിനൊക്കെ ആക്ട് ചെയ്തിട്ട് വാട്ടർ കൺസർവേഷൻ ഒക്കെ തുടങ്ങും. സോ വായ വരൾച്ച. സോ ഈ വായ വരൾച്ചയെ നമ്മൾ വിളിക്കുക ഇംഗ്ലീഷിലെ അല്ലെ മെഡിക്കൽ ടേം സീറോസ്റ്റോമിയ എന്നാണ്, വായ വരൾച്ച. ദെൻ അമിതമായിട്ട് സലൈവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് സയലോറിയ എന്നാണ് വിളിക്കുക. സയലോറിയ, HOE, ഡയറിയ ഒക്കെ പോലെ സയലോറിയ എന്ന് നമ്മൾ വിളിക്കും. ദെൻ മംസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സലൈവറി ഗ്ലാൻസിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസ് ആണ് മംസ് എന്ന് പറയും. സോ ദിസ് ഓൾ അബൌട്ട് സലൈവ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.